Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So today we are going to discuss about class 9 CBSE students first chapter. Okay. അപ്പോൾ CBSE സിലബസിൽ 9th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരെന്ന് വെച്ചാൽ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, അവർ ചാപ്റ്റർ നെയിം ഈസ് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പം കെമിസ്ട്രി എന്ന് പറയുമ്പം അത്ര വലിയ ടഫുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. നമുക്ക് വളരെ ലളിതമായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എല്ലാം കവറപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ചാപ്റ്റർ നെയിം മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരാണ് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പം നിങ്ങളെ ചുറ്റുപാടും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഒന്ന് നിരീക്ഷിച്ചാൽ ഒരുപാട് സബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെയർ, ടേബിള്, ഇതെല്ലാം എന്താണ്, നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളാണ്. ഇവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഈ വസ്തുക്കൾ നമ്മൾ ഒരിടത്ത് കൊണ്ടുവച്ച അത്രയും സ്പേസ് ആർക്ക് വേണം, ഈ നമ്മൾ വെക്കുന്ന വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമുണ്ട് അല്ലെ. നമ്മളൊരു ബുക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് എടുത്ത് നമ്മളൊരു ടേബിളിന്റെ പുറത്ത് വെച്ചു എന്ന് കരുതുക. അപ്പം ആ ടേബിളിന്റെ ഈ ബുക്ക് ഇരിക്കുന്ന അത്രയും പോർഷൻ ആര് കവർ ചെയ്യും, ആ ബുക്ക് കവർ ചെയ്യും. അപ്പം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതൊന്ന് മെഷർ ചെയ്തു, മീൻസ് അത് നമ്മളൊന്ന് എന്ത് ചെയ്തു, വെയിറ്റ് അളന്ന് നോക്കിയാൽ കൃത്യമായിട്ടൊരു വെയിറ്റ് നമ്മളീ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ആരുടെ പ്രോപ്പർട്ടീസ് ആണെന്ന് അറിയാവോ, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ എവ്രിതിങ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ നോൺ ആസ് മാറ്റർ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം, മാറ്റർ എന്ന് പറയാൻ സാധിക്കും. കാരണം ഇവർക്കെല്ലാം എന്തുണ്ട്, മാസ് ഉണ്ട്, കൃത്യമായിട്ടൊരു മാസ് ഉണ്ട്. ഇനി ഈ വസ്തു നമ്മൾ എവിടെ വെച്ചാലും അതിന് സ്ഥിതി ചെയ്യാൻ കൃത്യമായ ഒരു സ്പേസും ആവശ്യമുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾ ഫിക്സഡ് ആയിട്ട് അവർക്കുണ്ട്. അവർക്ക് എന്ത് വേണം, സ്ഥിതി ചെയ്യാൻ, മീൻസ് അവർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും വേണം, കൃത്യമായിട്ടൊരു മാസും ഉണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്താന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം ആർ റെഫേർഡ് ടു ആസ് മാറ്റർ. എനിത്തിങ്, ഏതുമായിക്കോട്ടെ, ഏതൊരു വസ്തു ആയിക്കോട്ടെ, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും മാസും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താന്നാ പറയുന്നത്, മാറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും പല പല ഫീലിങ്സ് തോന്നാറുണ്ട് അല്ലെ. ദേഷ്യം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്, സ്നേഹം തോന്നാറുണ്ട്. ഇതെല്ലാം നമുക്ക് തോന്നുന്ന ഫീലിങ്സാണ്. പക്ഷെ ഇത് എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റുമോ, ഇനി കൃത്യമായിട്ട് വെയിറ്റ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. കാരണം അത് എന്തല്ല, മാറ്റർ അല്ല. അപ്പം മാറ്റർ എന്ന് വെച്ചാൽ രണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഫിക്സഡ് ആയിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം. ഒന്ന്, അതിന് മാസ് ഉണ്ടായിരിക്കണം. രണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. ഓക്കെ, അപ്പം മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ, മീൻസ് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്താന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആർ റെഫേർഡ് ടു ആസ് മാറ്റർ. എനിത്തിങ്, എന്ത് ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തു ആയിക്കോട്ടെ, അതിന് സ്ഥിതി ചെയ്യാൻ സ്പേസും മാസും ഉണ്ടോ, അതെന്താണ്, മാറ്റർ ആണ്. ഓക്കെ, ഇനി പണ്ട് കാലത്ത് ആൾക്കാർ കരുതിയെന്ന് വെച്ചാല്, ഈ പണ്ടത്തെ ഫിലോസഫർ പറഞ്ഞിരുന്നു, ഈ നമുക്ക് ചുറ്റുമുള്ള ലിവിങ്ങോ നോൺ ലിവിങ്ങോ എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം എന്ന് പറയുന്നത് പഞ്ചതത്വ. ഓക്കെ, പാഞ്ച് മീൻസ് എന്താണ്, നിങ്ങൾ ഹിന്ദി പഠിച്ച കുട്ടികളാണ് അല്ലെ. അപ്പൊ പാഞ്ച് മീൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ബേസിക് എലമെന്റ്സിൽ നിന്നാണ് നമുക്ക് ചുറ്റുമുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു. പക്ഷേ അത് ശരിയല്ല എന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ഈ പഞ്ചതത്വാസിൽ അവർ പറയുന്ന 5 എലമെന്റ്സ് എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് പറയുന്നത് എന്താണ്, എയർ. ഫസ്റ്റ് അവർ പറയുന്നത് എയർ, സെക്കൻഡ് പറയുന്നത് ഫയർ, തേർഡ് സ്കൈ, ഫോർത്ത് എർത്ത്, ഫിഫ്ത്ത് വാട്ടർ. ഈ 5 ബേസിക് എലമെന്റ്സിൽ നിന്നാണ് ഈ ലോകത്തുള്ള ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായെന്ന് പണ്ടത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞു. പക്ഷേ മോഡേൺ സയൻസ് വന്നപ്പോഴത്തേക്ക് അത് തെറ്റാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഓക്കെ, ഈ ബേസിക് എലമെന്റ്സിൽ നിന്നല്ല മാറ്റേഴ്സ് അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടായി എന്ന് പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം മാറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആർ റെഫേർഡ് ടു ആസ് മാറ്റർ. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആർ റെഫേർഡ് ടു ആസ് മാറ്റർ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്താന്നാ പറയുന്നത്, മാറ്റർ എന്നാണ്
പറയുന്നത്. അപ്പൊ മാറ്ററിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി പറയാം. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. ആ സ്പേസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം എന്ന് നമുക്ക് അത് എന്ത് ചെയ്യാം, മാറ്റി ഒന്ന് പറയാം. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം ആർ മെൻഷൻഡ് ആസ് മാറ്റർ. മാസും വോളിയം ഉള്ള എല്ലാ വസ്തുക്കളും എന്താണ്, മാറ്റർ ആണ്. നമ്മുടെ ഫീലിങ്സ് ഒന്നും എന്തല്ല, മാറ്റർ അല്ല. അപ്പം ബേസിക് എലമെന്റ്സ് പഞ്ചതത്വയ്ക്കകത്ത് വരുന്നത് എയർ, ഫയർ, എർത്ത്, സ്കൈ, വാട്ടർ. ഓക്കെ, ഈ 5 ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചതത്വ എന്ന് പറയുന്നത്. അപ്പം ആൻഷ്യന്റ് ആയിട്ടുള്ള പഴയ ആൾക്കാർ അല്ലെങ്കിൽ പണ്ടത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞിരുന്നു ഈ 5 ബേസിക് എലമെന്റ്സിൽ നിന്നാണ് വേൾഡിലുള്ള എല്ലാ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ മോഡേൺ സയൻസ് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, മോഡേൺ സയൻസിന്റെ ബേസിൽ മാറ്ററിനെ നമ്മൾ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ നേച്ചറിന്റെയും ബേസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ നേച്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയും കെമിക്കൽ നേച്ചറിന്റെയും ബേസിലാണ് മാറ്ററിനെ മോഡേൺ സയൻസിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആ മാറ്റർ എന്നതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ബേസിക് ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മാറ്ററിനെ പറ്റി അറിയേണ്ടത് എന്താണ്, അതിന് മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും എന്താണ്, മാറ്റർ ആണ്. ഇനി പഞ്ചതത്വം എന്ന് പറയുമ്പോൾ 5 മീൻസ് 5. അപ്പം പഞ്ചതത്വയ്ക്കകത്ത് എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഫയർ, എർത്ത്, സ്കൈ, വാട്ടർ, then one more thing is air, fire, sky, earth, water. Fire, air, sky, earth, water. പുരാതനപരമായിട്ട് പണ്ടത്തെ ആൾക്കാർ സയൻസ് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു ഈ 5 വസ്തുക്കളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ ലിവിങ്ങും നോൺ ലിവിങ് തിങ്സ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചതത്വാസം ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ മോഡേൺ സയൻസിന്റെ കാലം എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെയും കെമിക്കൽ നേച്ചറിന്റെയും ബേസിലാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പറഞ്ഞാല് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. ഫിസിക്കൽ മീൻസ് എന്താണ്, പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്താന്ന് പറയുന്നത്, ഫിസിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ മാറ്ററിന്റെ ഫിസിക്കൽ നേച്ചറിനെ പറ്റിയിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് തന്നിട്ടുണ്ട്, ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ബീക്കർ വേണം, പിന്നെ കുറച്ച് വെള്ളം, സാൾട്ട്, ഈ 3 വസ്തുക്കൾ വേണം, പിന്നെ ഒരു സ്റ്റിററും കൂടി വേണം. അപ്പൊ നമ്മൾ ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് സാൾട്ട്, ഓക്കെ, ഉപ്പ് എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. അപ്പം ബീക്കർ നമ്മളിപ്പോ ഒരു കൺസിഡർ ചെയ്യാം, ഇതൊരു ബീക്കർ ആണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഇത്രയും പോർഷൻ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമാണെന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തു, ഉപ്പിട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ ഇത്രയും എമൗണ്ട് എന്തിട്ട് കൊടുത്തു, ഉപ്പ് അതിനകത്തോട്ട് ഇട്ടു കൊടുത്തു. അപ്പോൾ ഞാൻ ഇട്ട ഉടനെ ആ ഉപ്പ് അതിനകത്ത് അങ്ങ് ഡിസോൾവ് ആകുമോ, ഇല്ല. എക്സ്റ്റേണലി ഞാൻ അത് എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അത് എന്താകത്തുള്ളൂ, ഡിസോൾവ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി എന്താവത്തില്ല, ഡിസോൾവ് ആകത്തില്ല. അപ്പം ഈ ഇത്രയും പോർഷൻ ഞാൻ ഉപ്പിട്ട ഉടനെ ആരങ്ങ് ഒക്കുപ്പൈ ചെയ്യും, ആ ഉപ്പ് ഒക്കുപ്പൈ. അപ്പം ഇത്രയും പോർഷൻ ഓൾറെഡി എന്തുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു. ആ പോർഷൻ ഇപ്പൊ ആരെടുത്തു, ഉപ്പ് എടുത്തപ്പം ആ അത്രയും പോർഷനിലുള്ള വെള്ളം എന്ത് ചെയ്യണം, മുകളിലേക്കൊന്ന് ഉയരണം, അല്ലെ. ആ ഉപ്പിട്ട സമയത്ത് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് ഉയരണം. ഇനി ഞാൻ ഈ ഉപ്പ് അങ്ങനെ അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് മീൻസ് കലക്കി ചേർത്തു. ഞാൻ ഈ ഉപ്പ് അതിനകത്ത് എന്ത് ചെയ്തു, കലക്കി അങ്ങ് ചേർത്തു. അപ്പൊ എന്ത് ചെയ്യും, ഈ റൈസ് ചെയ്ത എന്ന് വെച്ചാൽ കൂടി നിന്ന വെള്ളത്തിന്റെ ലെവല് പഴയ ലെവലിലേക്ക് അങ്ങ് താരും. ഓക്കെ, അതെന്ത് ചെയ്തു, പഴയ ലെവലിലേക്ക് അങ്ങ് താന്നു. ഉപ്പിട്ട ഉടനെ വെള്ളം ചെറുതായിട്ടൊന്ന് ഉയർന്നു, എന്നാൽ അത് ഡിസോൾവ് ചെയ്ത് ചേർത്തപ്പോൾ എന്ത് ചെയ്തു, അത് അതേപോലെ അങ്ങ് താഴ്ന്നു. പഴയ എത്ര ml ഉണ്ടായിരുന്നു അത്രയത്തിലേക്ക് അത് മാറി. അപ്പം ഈ നമ്മൾ മാറ്റർ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെ. അപ്പം ഞാൻ ഈ ഡിസോൾവ് ചെയ്ത ഉപ്പ് ഇപ്പൊ എന്തിനുള്ളിൽ ആയി, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ആ വെള്ളത്തിൽ ഡിസോൾവ് ആയതിനെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ചെറുതാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടിക്കിൾസ്. ഈ മാറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിനകത്ത് നമ്മൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്, മാറ്റർ ആണ്. കാരണം അതിന് മാസും അതിന് സ്ഥിതി ചെയ്യാൻ സ്പേസും വേണം. അതുകൊണ്ട് അത് എന്താണ്, മാറ്റർ ആണ്. പക്ഷേ ഈ മാറ്റർ അതായത് ഉപ്പിനെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടപ്പോൾ ആ സ്പേസ് കൂടി, മീൻസ് അത് എന്ത് ചെയ്തു, അത്രയും സ്പേസ് ഒക്കുപ്പൈ ചെയ്തു.
എന്നാൽ ഞാനത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ആ ഉപ്പിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് ചെറിയ പാർട്ടിക്കിൾസ് ആണ് എന്തിനുള്ളിലുള്ളത്, മാറ്ററിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഫിസിക്കൽ നേച്ചറിനകത്ത് ഒരു കാര്യം പറയാം, എന്താണ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. മാറ്റർ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മാറ്റർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിൽ പറയുന്നത്. ഇനി ഈ ഡിസോൾവ് ആയപ്പോൾ നമുക്ക് പിന്നെ ആരെ കാണാൻ പറ്റുന്നില്ല, ഉപ്പിന്റെ പ്രസൻസ് അതിൽ കാണാൻ പറ്റുന്നില്ല. മീൻസ് അത്രയ്ക്ക് ചെറിയ പാർട്ടിക്കിൾസ് ആണ് എവിടെ ഉള്ളത്, മാറ്ററിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ നമുക്ക് പറയാലോ എന്താണ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, പദാർത്ഥം. മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്, പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, അത് നമ്മൾ ഫിസിക്കൽ നേച്ചറിൽ പറയുന്നു. അത് നമ്മൾ എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തും. എന്താണ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്തിനെ നിർമ്മിച്ചിരിക്കുന്നത്, മാറ്ററിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഒന്നാമത് ഫിസിക്കൽ നേച്ചറിൽ പറയുന്നത്. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾ ആണ് മാറ്ററിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത്, ഈ പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നമുക്ക് ഇനി എന്ത് ചെയ്യണം, അറിയണം. പാർട്ടിക്കിൾസിന്റെ സ്വഭാവം എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആർ കോൾഡ് മാറ്റർ. ഓക്കെ, അപ്പം എന്തും മാസ് ഉള്ളതും വോളിയം വേണ്ടതുമായ എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തെന്ന് പറയുന്നു, മാറ്റർ എന്ന് പറയുന്നു. പഞ്ചതത്വം എന്ന് പറയുമ്പോൾ 5 എണ്ണമായിരുന്നു ഉള്ളത്. ഏതൊക്കെയായിരുന്നു, എയർ, ഫയർ, സ്കൈ, എർത്ത്, വാട്ടർ. ഇതാണ് പഞ്ചതത്വം. പണ്ടത്തെ സയൻസുകാർ പറഞ്ഞിരുന്നു ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാം നിർമ്മിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ മോഡേൺ സയൻസ് എത്തിയപ്പോൾ മാറ്റർ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അത് ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ നേച്ചറും. ഈ 2 വസ്തുക്കളുടെ ബേസിൽ നമ്മൾ മാറ്ററിനെ എന്ത് ചെയ്തു, രണ്ടായിട്ട് തരംതിരിച്ചു. ഇനി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് ഫസ്റ്റ് പറയുന്ന എന്തായിരുന്നു, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. മാറ്റർ പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാൾട്ടിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. അപ്പൊ മാറ്ററിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ആ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ ആണ് പറഞ്ഞത്. ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫിസിക്കൽ നേച്ചറിൽ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. അടുത്തതിൽ നമ്മൾ പറയുന്നത് ഈ പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതയെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തതായിട്ട് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് ഒന്നാമത് വേണ്ടുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ അറിയായിരിക്കും എന്താ, ചായ ഉണ്ടാക്കുന്ന കാര്യം അല്ലെ. ചായ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവരും, നമ്മൾ അതിനകത്ത് എന്തെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്, പാല്, വെള്ളം, തേയില പൊടി ഉണ്ടല്ലോ, തേയിലപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. ഈ 4 കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചായ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പാലിനകത്തോട്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് രണ്ടും ഒന്നിച്ച് ചേരാറുണ്ടല്ലോ, അല്ലാണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണോ അതിനകത്ത്, അല്ല. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഈ തേയില ഇട്ട് കൊടുക്കുമ്പം അതും അതിനകത്ത് എന്താവുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇടും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ചായ കിട്ടുന്നത്. അപ്പം ഇവർക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ചായക്കകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കുമ്പം ആ വെള്ളം അതിനകത്ത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പം ചായപ്പൊടി ഇട്ടപ്പം അതും അതിനകത്ത് എന്തായി, കലർന്ന് ചേരുന്നുണ്ട്. പിന്നെ പഞ്ചസാര. അപ്പം ഈ 4 വസ്തുക്കളും കൂടെ കൂടി ചേർന്ന് നമുക്ക് ലാസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നത്, ചായ കിട്ടുന്നത്. അപ്പൊ ഇവർക്ക് ആവശ്യത്തിന് ചേരാൻ, അല്ലെങ്കിൽ അവർക്കത് ഈ കലർന്ന് ചേരാനുള്ള സ്പേസ് ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്ത് ഉണ്ടായിരുന്നു അല്ലെ. ഒരിടത്ത് നമുക്ക് ഇരിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, സ്ഥലം വേണം. നമുക്ക് സ്ഥലം ഉള്ളിടത്തല്ലേ എന്ത് ചെയ്യാൻ പറ്റൂ, കയറി ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. സ്ഥലം ഇല്ലാത്തടത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു വസ്തു കൊണ്ടുവെക്കാനോ നമുക്ക് അവിടെ ഒന്ന് ഇരിക്കാനോ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. അപ്പം ഈ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 വസ്തുക്കൾ എന്ത് ചെയ്തത്, മിക്സ് ആയത്, അല്ലെങ്കിൽ കൂടി ചേർന്നത്. അല്ലാതെ ചായ ഇടുമ്പോൾ കുറച്ച് ഭാഗത്ത് വെള്ളവും, കുറച്ച് ഭാഗത്ത് പാല്, കുറച്ച് ഭാഗത്ത് തേയില, കുറച്ച് ഭാഗത്ത് പഞ്ചാര, അങ്ങനെ പലതായിട്ടല്ല നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ചായ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന സ്പേസ് ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്ത് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഒന്നാമത് പാർട്ടിക്കിൾ നേച്ചറിൽ പറയുന്ന കാര്യം. എന്താണ്,
matter means particles of matter have space between them. ഓക്കെ, മാറ്ററിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഓക്കെ, മാറ്ററിന്റെ ഉള്ളിൽ എന്താണ്? പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിളിൽ ഒന്നാമത് പറയുന്നത്. മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഓക്കെ, സോ ദ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനിടയിൽ സ്പേസ് ഉണ്ട്. ഇത് ഈ എന്താണ്? പാർട്ടിക്കിൾസിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഈ പാർട്ടിക്കിൾസിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നതാണ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ സ്പേസ്, ഈ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ഇനി സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാല് ഒരു ചന്ദനത്തിരി നിങ്ങൾ കരുതുക. ചന്ദനത്തിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചന്ദനത്തിരി. ഈ ചന്ദനത്തിരി നമ്മൾ കത്തിച്ചില്ല. ഓക്കെ, കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു എടുത്തു വെച്ചു. അപ്പൊ നമുക്ക് അതിന്റെ സ്മെല്ല് കിട്ടണമെങ്കിൽ എന്താണ്? നമ്മൾ അതിന്റെ അടുത്തോട്ട് ചെല്ലണം അല്ലെ? എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ ഗന്ധം കിട്ടത്തുള്ളൂ. ഇനി നമ്മളൊന്ന് കത്തിച്ചു എന്ന് കരുതുക. ഓക്കെ, നമ്മളത് എന്ത് ചെയ്തു? ഒന്ന് കത്തിച്ചു. കത്തിച്ചാൽ നമുക്ക് അതിന്റെ അടുത്ത് ചെല്ലണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സുഗന്ധം എന്ത് ചെയ്യും? കിട്ടും. അപ്പം നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ് അതിന്റെ അടുത്ത് ചെന്നാൽ മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത്? അതിന്റെ ആ ഒരു സുഗന്ധം നമുക്ക് കിട്ടുന്നത്. എന്നാൽ കത്തിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ദൂരത്ത് നിന്നാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആ ഒരു സുഗന്ധം ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ചന്ദനത്തിരിക്കുള്ളിലും അതെന്താണ്? മാറ്റർ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യണമല്ലോ. കത്തിച്ചപ്പോൾ അതിന്റെ ഗന്ധം നമുക്ക് കിട്ടിയെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ആരുമായിട്ട് കൂടിച്ചേർന്നു? നമ്മുടെ എയർ മീൻസ് എന്താണ്? ഓക്സിജൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തം ഉള്ള വസ്തുവാണ് എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത്. ഈ ചന്ദനത്തിരിയുടെ ആ സുഗന്ധം ഉള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? എയറുമായിട്ട് മിക്സ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്തത്? ആ ഒരു സുഗന്ധം ലഭിച്ചത്. അത്യാവശ്യം ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ നിന്നാലും നമുക്ക് അതിന്റെ സുഗന്ധം ലഭിക്കുന്നത് ചന്ദനത്തിരിയിലെ പാർട്ടിക്കിൾസ് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്? മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ? മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ നമ്മൾ ആ ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്തത്? ചന്ദനത്തിരി കത്തിച്ചത്. എന്നാൽ അത്യാവശ്യം ദൂരെ നിൽക്കുന്ന ഒരാളിലേക്കും ആ ഒരു ഗന്ധം എത്തിയെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ രണ്ടാമത് പറയുന്നത്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഈ മാറ്ററിന്റെ ഉള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇനി ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി കേട്ടോ. ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി ഈ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം നമ്മൾ ആദ്യം കത്തിക്കാതെ വെച്ച ചന്ദനത്തിരിയുടെ ഗന്ധം കിട്ടണമെങ്കിൽ അടുത്തോട്ട് ചെല്ലണമായിരുന്നു. ഇനി അത് കത്തിച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം ദൂരത്ത് നിന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഗന്ധം നമ്മളിലേക്ക് എത്തി. മീൻസ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു അല്ലെ? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പം പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മൂവ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടി കൂടി വരുന്നു. അപ്പം പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. If we increase the temperature, their kinetic energy increases. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൂടി കൂടി വരും. എന്ന് വെച്ചാൽ അവര് വേഗം എന്ത് ചെയ്യും? സ്പ്രെഡ് ആകുന്നു. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് മാറ്ററിന്റെ പാർട്ടിക്കിൾസിനെ പറ്റി പറയാനുള്ളത്. ഇനി മൂന്നാമത് നമ്മൾ പറയാന്ന് വെച്ചാല് 3 വസ്തുക്കൾ നിങ്ങൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഇരുമ്പ് ആണി. ഓക്കെ, ഇരുമ്പിന്റെ ഒരു ആണിയും പിന്നെ നമുക്കൊരു റബ്ബർ ബാൻഡ് കൺസിഡർ ചെയ്യാം, ചോക്ക് പീസ്. 3 വസ്തുക്കൾ. അപ്പം ഒന്ന് ഈ ഇരുമ്പിന്റെ ആണി, രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഒരു ചോക്ക്, മൂന്നാമത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡ്. ഇതിനകത്ത് ഇത് നമ്മളൊന്ന് അടിക്കുകയാണെന്ന് വെച്ചാൽ മീൻസ് ഒരു ചുറ്റിക വെച്ചിട്ട് ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ അതിന്റെ മണ്ടയിൽ ഇങ്ങനെ തട്ടുകയാണെങ്കിൽ ചോക്ക് കൂടി എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ എന്താകും? പൊടിഞ്ഞു പോകും. പക്ഷേ ഈ ആണിയുടെ ഭാഗത്ത് നമ്മൾ 1-2 അടിയൊന്നും അടിച്ചാലൊന്നും എന്ത് ചെയ്തില്ല, അത് ബ്രേക്ക് ആവത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? പരന്ന് പോകത്തേ ഉള്ളൂ. അത് അങ്ങനെ അങ്ങ് പൊട്ടിച്ചിത്രത്തൊന്നും ഇല്ല. ഇനി റബ്ബർ ബാൻഡിന് ആരും നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? വലിഞ്ഞെടുത്ത് നമ്മൾ ആ ഫോഴ്സ് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പം ഇവർക്ക് എന്തുണ്ട്?
നമ്മൾ ഈ ആണി ഇങ്ങനെ തള്ളുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് മണ്ടേ നമ്മളിങ്ങനെ തട്ടി തട്ടി വിടുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിൾസ് അതിൻ്റെ ഉള്ളിലും എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഇവർക്കുള്ളിൽ ഒരു ഫോഴ്സ്, ആ പാർട്ടിക്കിൾസ് തങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഫോഴ്സ് ചേർന്നിരിക്കുകയാണ്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അവർ തങ്ങളിലുള്ള ആ ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ എന്താണ്, ഭയങ്കരമായിട്ട് എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാ പാർട്ടിക്കിൾസിനിടയിലും ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് മാറ്ററിനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം ഒന്നാമത് നമ്മൾ പറഞ്ഞു മാറ്റർ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ ആർ കോൾഡ് മാറ്റർ. ഏതൊരു വസ്തുവിനും മാസും വോളിയം ഉണ്ടെങ്കിൽ അത് എന്താണ്, മാറ്റർ ആണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് പഞ്ചതത്വമായിരുന്നു. അപ്പം അത് പണ്ടത്തെ ഫിലോസഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എയർ, ഫയർ, സ്കൈ, എർത്ത്, വാട്ടർ, ഇവയാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചതത്വം എന്ന് പറയുന്നത്. അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു ഈ 5 ബേസിക് എലമെന്റ്സിൽ നിന്നാണ് ലോകത്തുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചു. ഇനി മോഡേൺ സയൻസിൽ നമ്മൾ മാറ്ററിനെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയും കെമിക്കൽ നേച്ചറിന്റെയും ബേസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്ററിൽ നമ്മൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. മാറ്റർ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്താണ്, ടൈനി. ഓക്കെ, സോ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ദ സൈസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ടൈനി. ഓക്കെ, അവരുടെ പാർട്ടിക്കിളിന്റെ സൈസ് എന്താണ്, ടൈനി ആണ്. ഇനി ഈ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത്. അപ്പം എന്തായി മാറുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഈ മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനിടയിൽ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ അട്രാക്ട് ഈച്ച് അതർ. മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് ഒന്ന് മറ്റൊന്നുമായിട്ട് എന്താണ്, നല്ല അട്രാക്ട് ചെയ്താണ് ഇരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് എവിടെ പറയാനുള്ളത്, ഈ മാറ്ററിനകത്ത് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത കൺസെപ്റ്റും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.